ഐ.ടി.കാരന്റെ കഞ്ചാവ് കൃഷിയുടെ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്തേക്കാണ്. ശ്രീകാര്യത്ത് ഫ്ളാറ്റിൽ രഹസ്യമായി വളർത്തിയ 70 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഹരിയാന സ്വദേശി ഐ.ടി ജീവനക്കാരൻ വിശാൽ പിടിയിലായി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു. ഷഫീദ്, ഫ്ളാറ്റിനുള്ളിൽ ഒരു വൻ കഞ്ചാവ് കൃഷി, ഒരു ചെറു കഞ്ചാവ് തോട്ടം തന്നെയാണ് ഇയാൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസിന് വിവരം ലഭിച്ചത്? വിവരങ്ങൾ. സുഹൈലെ, തിരുവനന്തപുരം ശ്രീകാര്യത്താണ് ഫ്ളാറ്റിൽ രഹസ്യമായി വളർത്തിയ 70 കഞ്ചാവ് ചെടികൾ പിടിച്ചെടുത്തത്. ഹരിയാന സ്വദേശിയായിട്ടുള്ള ഐ.ടി ജീവനക്കാരൻ. ഇയാൾ ഈ അമ്പലത്തറയിലെ ഫ്ളാറ്റിൽ താമസക്കാരനായിരുന്നു. ഹരിയാന ചർക്കിദത്രി ജില്ലയിലെ സ്വദേശിയായിട്ടുള്ള വിശാൽ 26 വയസ്സുകാരനാണ് പിടിയിലായത്. ഇയാൾ ടെക്നോ പാർക്കിൽ ഐ.ടി കമ്പനിയിലെ മാനേജറാണ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് നടത്തിയ തെരച്ചിലാണ് ഇയാൾ കുടുങ്ങിയത്. സ്വകാര്യ ഫ്ളാറ്റിലെ 17ാമത്തെ നിലയിലായിരുന്നു ഇയാൾ താമസിച്ചു വന്നിരുന്നത്. മാത്രവുമല്ല, ഈ ചെടിച്ചട്ടികളിലും അതേപോലെ മുട്ട വരുന്ന പേപ്പർ ട്രെയിലുമാണ് ഇയാൾ ഈ കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത്. ഏറ്റവും വലിയ കഞ്ചാവ് ചെടിക്ക് 30 സെന്റിമീറ്റർ വളർച്ചയുണ്ട്. മാത്രവുമല്ല, ഈ കിളിർത്ത് തുടങ്ങിയത് മുതൽ വിവിധ ഉയരമുള്ള 70 ചെടികൾ അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇയാളുടെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ 19 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും. സുഹൈൽ. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഐ.ടി.കാരന്റെ കഞ്ചാവ് കൃഷിയുടെ വാർത്തയാണ് കണ്ടത്. 1, 2 അല്ലെ 70 കഞ്ചാവ് ചെടികളാണ് താമസിക്കുന്ന ഫ്ളാറ്റിൽ അങ്ങനെ നനച്ച് വളർത്തിയിരിക്കുന്നത്. എന്തായാലും രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അകത്തായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.